ശക്തമായ സമരം നടക്കുമ്പോഴും ഡൽഹി ജന്തർ മന്ദറിനെ മാലിന്യമുക്തമാക്കി സൂക്ഷിക്കുകയാണ് വിദ്യാർത്ഥികൾ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിച്ചത് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കവറുകളിലാക്കി കോർപ്പറേഷൻ ശുചീകരണ വിഭാഗത്തെയാണ് ഏൽപ്പിക്കുന്നത്. ആരുടെയും ആഹ്വാനമില്ലാതെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ പ്രവർത്തനം സമരരംഗത്ത് ഒരു പുതിയ മാതൃകയാണ്. ഡൽഹി ജന്തർ മന്ദറിൽ സമരം നടക്കുകയാണ്. കുറേയേറെ മാലിന്യങ്ങൾ ഉണ്ടാകും. കാരണം വിദ്യാർത്ഥികൾ ഇവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതും അതോടൊപ്പം കൊണ്ടുവന്ന പ്ലക്കാർഡുകളും ഉണ്ടാകും. ഇതെന്ത് ചെയ്യുന്നു എന്നറിയണ്ടേ? അതിനുള്ള ഉത്തരമാണിത്. ഈ മാലിന്യ കൂമ്പാരത്തിൽ പണിയെടുക്കുന്നവരാരും കോർപ്പറേഷന്റെ തൊഴിലാളികളല്ല, പകരം വിദ്യാർത്ഥികളാണ്. ഇവിടെ സമരം ചെയ്യാൻ വന്നവരാണ്. അവരാണ് ഇത്തരത്തിൽ ഇവിടുന്ന് പൂർണ്ണമായി മാലിന്യം നീക്കം ചെയ്യുന്നത്. സമരത്തിന്റെ ഓരോ മണിക്കൂർ ഇടവേളകളിലും അവർ വേദിക്ക് പരിസരത്തുള്ള ഗ്ലാസുകളും പാത്രങ്ങളും പേപ്പറുകളും അടക്കം ജന്തർ മന്ദറിനെ പരമാവധി വൃത്തിയാക്കി സൂക്ഷിക്കുന്നുണ്ട്. അവർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇവർക്കൊന്നും തന്നെ ശമ്പളമൊന്നും ആരും നൽകുന്നില്ല. ചിലപ്പോൾ മഴയുണ്ടാകാം, ചിലപ്പോൾ കനത്ത വെയിലുണ്ടാകാം. പക്ഷെ അവയെല്ലാം അവഗണിച്ചുകൊണ്ട് അവർ ഈ മാലിന്യങ്ങൾ കൃത്യമായി ശേഖരിക്കുന്നു. അതിനുശേഷം അത് കോർപ്പറേഷന്റെ മാലിന്യ സംഭരണ ശേഖരണത്തിലേക്ക് കൃത്യമായി എത്തിക്കുന്നു. അതായത് അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയാതിരിക്കുക എന്നതും ഒരു ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അത് ജനങ്ങളോടുള്ള, സഹജീവികളോടുള്ള സ്നേഹമാണ്. ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്, അപരന് വേണ്ടിയുള്ള സ്നേഹമായി ഇവരിവിടെ ഈ സമരം ആരംഭിച്ചത്. ആ സമരത്തിന്റെ ഭാഗമായി വരുമ്പോൾ ഇവർ നിൽക്കുന്ന സ്ഥലം വൃത്തിയാക്കി സൂക്ഷിക്കാനും ഇവർ തന്നെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ये वेस्ट कलेक्ट करके क्या करेंगे? और हम जो हमने कचरा फैलाया है उसको हम खुद साफ करेंगे और ये कलेक्ट करके एमसीडी को दे देंगे. ഓക്കെ, എന്തായാലും ഈ രീതിയിൽ തന്നെ ഈ തരത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇതിനുള്ളിൽ ജോലി ചെയ്യുമ്പോഴും അവർ ഈ ഇപ്പോൾ മഴയ്ക്കുള്ള സാധ്യതയാണ്, അപ്പോൾ പോലും ഈ ജോലി നടക്കുന്നുണ്ട്. എവിടെയും അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാനുള്ള വിദ്യാർത്ഥികളുടെ ഉത്തമമായ ബോധ്യം, അതാണ് ഏറ്റവും വലിയ ഒരു പൗരന് വേണ്ട സംസ്കാരം എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ ബോധ്യം അവർ കാഴ്ചവെക്കുകയാണ്. ഒരു തരി വേസ്റ്റ് പോലും ജന്തർ മന്ദറിൽ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കാൻ അവർ തന്നെ നേരിട്ടിറങ്ങി വൃത്തിയാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സമരത്തിന് ഒരു പുതിയ മാതൃക കൂടിയാണ് എന്തായാലും ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ രാജ്യത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നത്. ക്യാമറമാൻ ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.